ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ മാങ്ങയിട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ ഉണക്ക ചെമ്മീൻ പച്ചമാങ്ങയിട്ടിട്ടുള്ള കറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ പിന്നെ വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് ഉണക്ക ചെമ്മീൻ. നമ്മൾ മലയാളികൾക്കൊക്കെ ഇത് അറിയാൻ പറ്റും. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ കറിക്ക് ആവശ്യമായി ഞാൻ ഈ ഒരു ബൗൾ നിറച്ചും ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തലയും വാലും നമുക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഈ ഉണങ്ങിയ ചെമ്മീനാണല്ലോ, അപ്പൊ ഉണങ്ങിയ ചെമ്മീനാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഉണങ്ങിയ ചെമ്മീൻ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിച്ചളഞ്ഞാൽ തലയും വാലും ഒക്കെ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുവേ. ഇതൊക്കെ കണ്ടില്ലേ, ഇതിങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതിയാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇങ്ങനെ തലഭാഗവും ഇങ്ങനെ വാലിന്റെ ഭാഗവും ഇങ്ങനെ കൈ കൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊട്ടിച്ചെടുക്കാം, ഉണങ്ങിയതായത് കാരണം. ഇതൊരു രീതിയിലാണ്. വേറൊരു രീതിയിലും കൂടി ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാ വെച്ചാൽ ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റികയോ എന്താ വെച്ചാൽ ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അന്നേരം ഈ തലഭാഗത്ത് ഈ തരിതരിയായിട്ടുള്ള ഒരു മണല് പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതും അങ്ങനെ പോയി കിട്ടും. പിന്നെ തലയും വാലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടും വരും. അങ്ങനെ രണ്ട് മെത്തേഡിലാണ് ഇത് വൃത്തിയാക്കേണ്ടത്. ഇത് ക്ലീൻ ചെയ്യാൻ രണ്ട് മെത്തേഡാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. അങ്ങനെ എല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ട് തല സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണെന്നില്ലേ, തലയും വാലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ചെമ്മീൻ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ. അങ്ങനെ ഞാൻ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിലോട്ടേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ പച്ചമാങ്ങ അരിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മുരിങ്ങാക്കോലും 2 മീഡിയം സൈസ് മുരിങ്ങാക്കോല് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മാങ്ങ ഇട്ടത് കാരണം തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കുന്നില്ല. മാങ്ങയ്ക്ക് തന്നെ നല്ല പുളിയാണ്. അപ്പൊ എല്ലാം കൂടി ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അങ്ങനെ ഒരു 3 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ മുരിങ്ങാക്കോലൊക്കെ ഏകദേശം വെന്തു, ഒരു 90% വെന്തു വന്നിട്ടുണ്ട്. ഈ മാങ്ങ ഇട്ടത് കാരണം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ഉടച്ചു കൊടുത്താൽ അത് വേഗം ഉടഞ്ഞു വരുമ്പോൾ അതിന്റെ പുളി ഇറങ്ങി വരും. ഇനി ഈ ഒരു ബൗള് നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജീരകം ചേർത്തിട്ട് അരച്ചിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പ് അതിലോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എത്രമാത്രം കറി കട്ടിയാവണം അല്ലെങ്കിൽ ലൂസാവണം എന്ന് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ.
പിന്നെ പച്ചക്കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ ഉണക്ക ചെമ്മീൻ മാങ്ങയും മുരിങ്ങാക്കോലും ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് വാങ്ങാം. ഇനി നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയിലോട്ടേക്ക് ചെറിയ ഉള്ളിയും കരിവേപ്പിലയും നല്ല മൂപ്പിച്ചെടുത്തിട്ട് ഈ കറിയിലോട്ടേക്ക് വറുത്തിടാവുന്നതാണ്. ചെറിയ ഉള്ളിയായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പം അതൊന്ന് ചുവന്ന് വരുമ്പോൾ കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് വറുത്തിടാം. അപ്പോൾ എൻ്റെ ഈ ഉണക്ക ചെമ്മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ ഇല്ലാത്ത ദിവസം നമുക്ക് ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി കാണാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്